കാസർഗോഡ് കല്ലട്ടർ മായിൻ ഹാജി അങ്ങോട്ടേക്ക് പത്രികാ സമർപ്പണത്തിനായി എത്തി അവിടെ ഇരിക്കുന്നു. അരുൺ പാറക്കൽ ചെയ്യുന്നു. അരുൺ, അവിടെ പത്രികാ സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറുകളാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കല്ലട്ടർ മാഹിൻ ഹാജി മത്സരിപ്പിക്കണമെന്ന് കെ എം ഷാജിയുടെ വരവ് സംശയമുണ്ടായ പശ്ചാത്തലത്തിൽ കല്ലട്ടറെ മത്സരിപ്പിക്കണം എന്നൊക്കെയുള്ള മറുപടി വരുന്നത്. പോസ്റ്റർ ഒടുവിൽ അവർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി അവർക്ക് തന്നെ കിട്ടി. പൂർത്തിയായ പത്രികാ സമർപ്പണം. അശ്വി, ഞാനിപ്പോൾ നിൽക്കുന്ന കാസർഗോഡ് RDO ഓഫീസിലാണ്. കാസർഗോഡ് RDO ഭരണാധികാരി ബിനു ജോസഫിന് മുൻപാകെയാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്നത്. UDF സ്ഥാനാർത്ഥി കല്ലട്ടർ മാഹിൻ ഹാജിയാണ് പത്രിക സമർപ്പിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി മുസ്ലിം ലീഗിനുള്ളിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. ആരായിരിക്കും സ്ഥാനാർത്ഥി, പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവരണമോ, KM ഷാജി വേണമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിലാണ് പാലക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കല്ലട്ടർ മാഹിൻ ഹാജി മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ടർ മാഹിൻ ഹാജിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. മുസ്ലിം ലീഗിന് വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. കഴിഞ്ഞ 35 വർഷമായി കാസർഗോഡ് മണ്ഡലം UDFന്റെ കൈകളിലാണ്. 12,000-ലധികം വോട്ടുകളാണ്, ഈ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് 2021 തെരഞ്ഞെടുപ്പിൽ എന്നെ നെല്ലിക്കുന്ന MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നെ നെല്ലിക്കുന്ന 3 ടേം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ കല്ലട്ടർ മാഹിൻ ഹാജിക്ക് പുതിയ അവസരം ലഭിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് UDF നേതൃത്വമുള്ളത്. UDFന്റെ ജില്ലാ ചെയർമാൻ ഗോവിന്ദൻ നായർ, എന്നെ നെല്ലിക്കുന്ന മുൻ MLA എന്നെ നെല്ലിക്കുന്ന ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. UDFന്റെ വലിയ നിരയായ പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് കല്ലട്ടർ മാഹിൻ ഹാജിയെ ഈ RDO ഓഫീസിലേക്ക് ആനയിച്ചത്. ഇപ്പോൾ കല്ലട്ടർ മാഹിൻ ഹാജി ബിനു ജോസഫിന് മുൻപാകെ പത്രിക സമർപ്പിക്കുകയാണ്. 3 സെറ്റ് പത്രികയാണ് ഇവിടെ സമർപ്പിക്കാനുള്ളത്. ഇത്തവണ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് ഷാനവാസ് ഫാദൂറാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ML അച്ഛനെയാണ് NDA സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. ഷാനവാസ് ഫാദൂർ ആരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വലിയ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുന്നു. പഴുതടച്ച പ്രചരണമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. ഈ ചെങ്കള ഡിവിഷനാണ് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു ഡിവിഷൻ. അവിടെ നിന്ന് 12,000 വോട്ടിൽ ഭൂരിപക്ഷമാണ് UDFിനുള്ളത്. ആ ഡിവിഷൻ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നൊക്കെ വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നു. എന്തായാലും 3 സെറ്റ് പത്രിക ഇപ്പോൾ കല്ലട്ടർ മാഹിൻ ഹാജി സമർപ്പിച്ചു കഴിഞ്ഞു. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.